തിരുനബിയുടെ 1501 ജന്മദിനത്തോടനുബന്ധിച്ച് നബിദിന സന്ദേശവും തിരുനബിയുടെ ജീവിത മാതൃകയും പുതുതലമുറയിലേക്ക് പകരുക എന്ന ലക്ഷ്യത്തോടെ ചോറോഡ് ഈസ്റ്റ് തർബിയ ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ നബിദിനാഘോഷ പരിപാടികൾക്ക് പ്രൗഢമായ തുടക്കം. ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് മഹ്മൂദ് ഹാജി പതാക ഉയർത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് നടന്ന ഗ്രാൻഡ് അസംബ്ലിയിൽ റബീഹ് ഗസാലി സ്വാഗതം പറഞ്ഞു. സദർ മുഅല്ലിം ഇർഷാദ് അലി വാഫി അധ്യക്ഷത വഹിച്ചു. കക്കാട് മഹല്ല് ചീഫ് ഇമാം വാരിസ് അബ്ദുള്ള ഹുദവി സന്ദേശ പ്രഭാഷണം നടത്തി. പരിശുദ്ധ റബീഉ എന്നത് ലോക മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വികാരമാണ്. കാരണം തന്റെ ഉമ്മത്തിന് വേണ്ടി ജീവിതത്തിലെ സർവ്വസൗഖ്യങ്ങളും മാറ്റിവെച്ച് അങ്ങേയറ്റം പ്രയാസങ്ങളിലൂടെ വിഷമങ്ങളിലൂടെ കടന്നുപോയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ജനിക്കുമ്പോഴേ വാപ്പയില്ലാതെ അനാഥനായി ജനിച്ച പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുൽ മുത്തലിബിന്റെ ദാരിദ്ര്യം നിറഞ്ഞ വീട്ടിൽ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ പരിലാളനയിൽ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയമുള്ള മക്കളൊന്ന് ആലോചിച്ചു നോക്കണം. നമുക്കൊക്കെയും വാപ്പയുണ്ട്, നമുക്കൊക്കെയും ഉമ്മയുണ്ട്. എന്നാൽ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജനിക്കുമ്പോഴേ വാപ്പയില്ല. ഒരു കുഞ്ഞ് തന്റെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു തമ്മീസിന്റെ ഒരു വകതിരിവിന്റെ പ്രായമെത്തുന്നതിന്റെ മുമ്പേ, അതായത് 6ാമത്തെ വയസ്സിൽ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെയും തന്റെ ഉമ്മ ആമിന ബീവിയുടെയും കൂടെ മദീനയിൽ പോയി മക്കയിലേക്ക് തിരിച്ചു വരുന്ന വഴി അബവായിൽ വെച്ച് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ ആമിന ബീവി രോഗിയാവുകയും ആ രോഗിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ മരണത്തിന്റെ രോഗമാണ് എന്ന് തിരിച്ചറിയാതെ ഒരു 6 വയസ്സുകാരൻ ഓടിക്കളിച്ച് നടക്കുന്ന ഒരു സമയത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എത്ര പ്രയാസകരമായ ജീവിതത്തിലൂടെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുപോയത്. തർബിയ ക്യാമ്പസ് ജനറൽ സെക്രട്ടറി OM അസീസ് മാസ്റ്റർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തർബിയ ക്യാമ്പസിന്റെ നബിദിനാഘോഷ പരിപാടിയുടെ തുടക്കമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടുകൂടിയാണ് നമ്മുടെ ഈ വർഷത്തെ നബിദിനാഘോഷം ആഘോഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നടക്കുന്ന ഷീ ഫെസ്റ്റ്, നാളെ നടക്കുന്ന ഹിഫ്ള് ഫെസ്റ്റ്, മറ്റന്നാൾ നടക്കുന്ന മജ്ലിസുൻ നൂറും അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ക് മജ്ലിസും, ചൊവ്വാഴ്ച നടക്കുന്ന നമ്മുടെ നബിദിന റാലിയും അതുപോലെ തന്നെ നബിദിന വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും പൂർണ്ണമായി വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സഹകരണങ്ങൾ ആവശ്യപ്പെടുകയാണ്. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഇത്രയും ഗംഭീരമാക്കുന്നതിന് നമുക്ക് പ്രചോദനം നൽകിയത് നമ്മുടെ ഈ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ്. അവരുടെ നിരന്തരമായ അഭ്യർത്ഥനയും അതുപോലെ അവരുടെ സാമ്പത്തികവും അല്ലാതെയുമുള്ള സഹകരണം കൊണ്ട് നമുക്ക് ഒന്നിൽ നിന്നും ഒഴിഞ്ഞു മാറാത്ത അവസ്ഥയിലേക്ക് ആവുകയും എല്ലാ പരിപാടികളും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന ഉദ്ദേശത്തോടാണ് പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. തർബിയ മാനേജ്മെന്റ് പ്രതിനിധികൾ, തർബിയ മദ്രസ ഹിഫ്ൾ അധ്യാപകർ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മുബാറക് ഹുദവി ചടങ്ങിന് നന്ദി പറഞ്ഞു. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ക്യാമ്പസിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ശനിയാഴ്ച മദ്രസ വിദ്യാർത്ഥിനികൾക്കായി ഷീ ഫെസ്റ്റും ഞായറാഴ്ച ഹിഫ്ൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടക്കും. തിങ്കളാഴ്ച മജ്ലിസുൻ നൂർ, ഇഷ്ക് മജ്ലിസ് എന്നിവയും സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച നബിദിന ഘോഷയാത്രയും തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടക്കും. വൈകുന്നേരം നടക്കുന്ന പൊതുപരിപാടിയോടെ ഈ വർഷത്തെ നബിദിനാഘോഷങ്ങൾക്ക് സമാപനമാകും.